വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വ്ളോഗാണ്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, പെരുന്നാളിന് മുന്നേ ഉള്ള ഡീപ്പ് ക്ലീനിങ്. അതാണ് കേട്ടോ ആ ക്ലീനിങ് വീഡിയോ ഇന്നാണ് എഡിറ്റ് ചെയ്തിടുന്നത്. സത്യം പറഞ്ഞാൽ ഹേസൂട്ടനെയും കൊണ്ട് വീഡിയോ എഡിറ്റിങ് ഭയങ്കര പാടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ പെരുന്നാളിന് മുന്നേ ആയിട്ട്, അതായത് 27-ാം നോമ്പിൻ്റെ അന്നാണ് കേട്ടോ ഞാനത് ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ സെറ്റിൻ്റെ കവർ കഴുകാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് കുറച്ചായി വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ പോവുകയാണേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് സോക്കായി കിടന്നല്ലേ അതിൻ്റെ അഴുക്കൊക്കെ ഇളകോളെന്ന് കരുതിയിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇളകിയിട്ടുണ്ടായിരുന്ന അഴുക്ക് കണ്ടിട്ട് തന്നെ എൻ്റെ കിളി പോയി ഗൈസ്. കാരണം അത്രത്തോളം അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് സർഫിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മുടെ ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്ലീനിങ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതല്ലേ, വലിയ പണിയൊന്നും ഉണ്ടായിരിക്കില്ല, ആഴ്ചയിൽ ഒരു തവണ ഡീപ്പ് ക്ലീനിങ് നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും ക്ലീനിങ് നടക്കുന്നുണ്ട്, വലിയ പണിയൊന്നും കാണൂല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ഒരുപാട് പണികൾ ചെയ്യാനായിട്ട് നോക്കി ഗൈസ്. കാരണം ഡ്രോയറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അലമാരയും ഷെൽഫും എല്ലാം വൃത്തിയാക്കി അങ്ങനെയൊക്കെ ആയപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു. ഇതിനിടയിൽ എനിക്ക് ചെയ്യാനുള്ള പണികൾ പോരാഞ്ഞിട്ട് ഹേസൂട്ടൻ്റെ പണി വേറെ എനിക്ക് തരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഈ ഒരു ഡ്രോ വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കുറച്ച് ആക്രി പോലത്തെ ഐറ്റംസ്, അത് ഹേസൂട്ടൻ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു, ഞാൻ വീണ്ടും കൊണ്ടുവന്ന് തിരിച്ചിടുന്നു, അങ്ങനത്തെ ആയിട്ടാണ്. വെറുതെ എന്തിനാ സ്പേസ് കളയുന്നതെന്ന് വിചാരിച്ചാൽ അതെല്ലാം ഡസ്റ്റ്ബിന്നിലേക്ക് കളഞ്ഞു ഗൈസ്. അതിന് ശേഷം മെഷീൻ ഓൺ ആക്കാനായിട്ട് വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഹേസൂട്ടൻ ഓണായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല പണി വരുന്നുണ്ട്. ഈ അടുത്താണ് ഞാൻ ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലുതായിട്ട് അഴുക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയില്ലേ. അതേപോലെ പക്ഷേ പില്ലോ കവർ കുറച്ചായി. അതുമല്ല പില്ലോ കവറിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് തലയുടെ എണ്ണയും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുമിച്ചാണ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ച പോലും ആവില്ല. എങ്കിലും ഞാൻ വിചാരിച്ചു അതങ്ങ് കഴുകാമെന്ന്. ഇവിടെ കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണങ്ങുന്ന രീതിയിലുള്ള ചൂടുമായിട്ടുണ്ട് ഗൈസ്. നോമ്പ് ഭാഗ്യത്തിന് തീരാറായപ്പോഴായിരുന്നു ആ ഒരു ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പെട്ടുപോയാൽ. ഈ സെറ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, നമ്മൾ ആരും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ അഴുക്കൊന്നും ആവാൻ ചാൻസ് ഇല്ല. മറ്റേതിൽ പിന്നെ എപ്പോഴും കുറുക്കും കാര്യങ്ങളൊക്കെ ഹേസൂട്ടിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓരോ ടൈമും വൈപ്പ് ചെയ്ത് കളയും എവിടെയെങ്കിലും ആയാലും. എങ്കിലും ആകെ കൂടെ നമ്മൾ വരുന്നതിന് മുന്നേ ആയിട്ട് എന്തോ ക്ലീൻ ചെയ്തതാണ് കേട്ടോ ആ ഒരു കവറ്. പിന്നീട് ഇപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ അഴുക്കുകൾ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷമാണ് അത് കഴുകാനായിട്ടിട്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയപ്പോഴാണ് വന്നപ്പോൾ ഈ കോലത്തിലാണല്ലോ കിടന്നതെന്ന് മനസ്സിലായത്. ഒരു കട്ടിൽ ഒരു മാസത്തിൽ കൂടുതൽ അതേപടി കടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു എൻട്രാലിറ്റിയാണ്. എൻ്റെ ബെഡ്റൂമിൽ എന്നും മേക്ക് ഓവർ ആയിരിക്കും. ഹേസൂട്ടൻ ജനിച്ചതിന് ശേഷമാണ് നടുവിൻ്റെ അരീതിലൊക്കെ തീരുമാനമായപ്പോഴാണ് വലിയ ആ ഒരു ഏനക്കേട് മാറി കിട്ടിയത് കേട്ടോ. വയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഡെലിവറി കഴിയുമ്പോഴും എൻ്റെ ആ ഒരു റൂമിൻ്റെ മേക്ക് ഓവർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാമായിരുന്നു കേട്ടോ. എങ്കിൽ പോലും ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അതിന് ശേഷമൊക്കെ ഒരുപാട് മേക്ക് ഓവർ റൂമിൽ ചെയ്തിട്ടുണ്ട്. അതായത് കട്ടിൽ മാറ്റിയിടുക, അലമാര മാറ്റിയിടുക, അതൊക്കെ അമ്മച്ചിടുന്ന എന്നും വഴക്കായിരുന്നു കേട്ടോ അതിന്. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇതാണ്, എനിക്ക് ആ ഒരു റൂം മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൂമിൻ്റെ അവിടെ കിടക്കുന്ന സാധനങ്ങൾ ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയൊരു മാറ്റമാണ്, ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ മാത്രമേ ഉള്ളൂ എന്തോ. അതിന് ശേഷം വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനങ്ങൾ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു ബക്കറ്റിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഹേസൂട്ടൻ വന്ന് എപ്പോഴും ഓരോന്നും എടുക്കും കേട്ടോ. ഡിറ്റർജൻറ്റൊക്കെ ഒരു ദിവസം വായിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര പറഞ്ഞാൽ നമ്മൾ പേടിപ്പിച്ചാലും ഒന്നും അറിയാൻ പറ്റാത്ത പ്രായമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കിയേ, വാതിലിൻ്റെ അവിടെയൊക്കെ വന്നിരുന്നാലും ഞാൻ വഴക്ക് കൊടുത്താലും അല്ലെങ്കിൽ പറഞ്ഞാലും അവൻ്റെ മൂഡ് അനുസരിച്ചിട്ടേ അവൻ മാറുള്ളൂ. അതുകൊണ്ട് ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഗൈസ്. ഓരോ റൂമായിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണേ, അല്ലാതെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് തൂത്തതിന് ശേഷം പിന്നീട് തുടയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന പണിയല്ല. അതുമല്ല ഹേസൂട്ടൻ തുടയ്ക്കുന്ന സമയത്ത് ഓടി വരും, എന്നിട്ട് വീഴും. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം 4-ാമത്തെ മാസമാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും 2 തവണയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് അവന് വീണും അതേപോലെ തിന്നുന്നത് പണി കിട്ടിയതും ഒക്കെ ആയിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയും വീഴും മറ്റേ കുതിരാട്ടം പപ്പുവിനോട് പറയുന്ന പോലെ വെള്ളം എന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. ഈ ഒരു തുടപ്പ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ കോമഡിയൊക്കെ ഉണ്ട്. അതിനുശേഷം
കുറച്ചൊക്കെ ഒന്ന് വീണ് പരിചയമായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് ശ്രദ്ധിക്കാമെന്ന്, പിന്നീട് എത്ര ശ്രദ്ധിച്ചിട്ട് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. 2-3 പ്രാവശ്യം വീണ സമയത്ത് അവന് മനസ്സിലായി. പക്ഷേ തുടയ്ക്കുന്ന സമയത്ത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് തുടയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു കാറിലിരുത്തിയതിന് ശേഷമായിരിക്കും കേട്ടോ തുടയ്ക്കുന്നത്. അപ്പോൾ അവന് ഇറങ്ങാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങി പഠിച്ചു കേസ്, ഇനി എന്താവുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മളെ ബെഡ്റൂം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഒരു റൂമിൻ്റെ പണി തീർന്നപ്പോഴേക്കും ഹേസൂട്ടൻ ആകെപ്പാടെ അവിടെ കോലാഹലമായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ എടുക്കണം, കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഹേസൂട്ടന് വിശക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. രാവിലെ കുറുക്കും കൊടുത്തു, പിന്നെ ഒരു പഴവും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറ് കൊടുക്കാനുള്ള ടൈമായിരുന്നു. എന്തായാലും ഉച്ചയ്ക്കൊന്നും ചോറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു ടൈമിൽ നോമ്പിൻ്റെ ടൈം ആകുമ്പോൾ ഞാനിപ്പോൾ വൈകിട്ടാണ് അവന് ചോറ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് എന്തെങ്കിലും നല്ല വയറ് ഫില്ലാവുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവക്കാഡോ ആണ് കേട്ടോ. അപ്പോൾ അവക്കാഡോയും മുട്ടയും കൂടി വേവിച്ചതിന് ശേഷം അത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വയറ് ഫില്ലിങ്ങും ആണ്. കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പും കിട്ടും കേട്ടോ. അപ്പോൾ അവനത് കൊടുത്തതിന് ശേഷം കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ ഈ പണിയൊക്കെ കഴിയുമ്പോൾ എന്തായാലും ടയേർഡാവും, നോമ്പുമാണ്, നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്ന് അരി വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വേവിക്കുന്നത്. അങ്ങനെ അരിയൊക്കെ കഴുകി കുക്കറിനകത്ത് ഇട്ടതിന് ശേഷം മാന്തളും അതേപോലെ കൂന്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ച് നല്ല ഐസ് പിടിച്ചിട്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്, അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നേ. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് റൂം വൃത്തിയാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ വന്നതിന് ശേഷം ഹേസൂട്ടൻ്റെ കുറേ ടോയ്സും പിന്നെ വേണ്ടാത്ത കുറേ ആക്രികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ഗൈസ്. ഈ ഒരു റൂം നിങ്ങൾ നോക്കി വെച്ചോളൂ ഗൈസ്. അടുത്ത ആഴ്ച ഞാൻ എന്തായാലും ഈ ഒരു സെറ്റപ്പ് മാറ്റുന്നതായിരിക്കും. അതായത് കട്ടിലും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കിടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ വലിയ മേക്ക് ഓവറും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് എനിക്ക് വിഷമമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും മാറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെയും ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഷീറ്റും പില്ലോ കവറൊക്കെ മാറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ നമസ്കരിച്ചതിന് ശേഷം, ഇത് നമസ്കാര റൂമാണ് കേട്ടോ. നമസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ കിടക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ നമസ്കരിച്ചതിന് ശേഷം വന്നിരിക്കുന്ന സമയത്ത് കരയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നായിരിക്കും ഫീഡ് ചെയ്യുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഹേസൂട്ടന് ഞാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കാനോ അവൻ്റെ പ്ലേ ടൈമൊക്കെ കുറച്ച് നേരമൊക്കെ ഇവിടെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇതും കൂടെ ചെയ്തപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് ഇന്ന് ഹേസൂട്ടൻ വലിയ പാലുകുടി കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ടായിരിക്കും. നോമ്പും കൂടെ അല്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ടയേർഡാവും. ഇന്ന് ഭാഗ്യത്തിന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഈ നോമ്പിന് വലിയ കൺട്രോളായിരുന്നു കേട്ടോ ഹേസൂട്ടന്. നോമ്പ് മുറിച്ചതിന് ശേഷവും അതിന് മുന്നേയും രാവിലെയൊക്കെയാണ് കൂടുതലും പാല് കൊടുക്കുന്നുണ്ടാവുക. വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലുകൂടി കുടിച്ച് കഴിഞ്ഞാൽ ഒരു കിറുങ്ങൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ നോമ്പിനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ കവറൊക്കെ എടുത്തുകൊണ്ട് നന്നായിട്ട് വിരിച്ചിട്ട് അത് കുറച്ചൊന്ന് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയാൽ മാത്രമേ എടുത്ത് വിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണല്ലോ, അപ്പോൾ ഉണങ്ങട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചുകൂടി വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹാളിലേക്ക് വന്നതിന് ശേഷം സെറ്റിയൊക്കെ മാറ്റിയിട്ട് അതിനിടയിൽ എന്നും ക്ലീൻ ചെയ്യുന്നതാണ് എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അതിനുശേഷം ഇതും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ ഹേസൂട്ടൻ്റെ ടോയ്സും അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ പണിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കുറുക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പൂൺ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കും. അവൻ്റെ വിചാരം വീട്ടിൽ ഒരു സ്പൂണേ ഉള്ളതെന്നായിരിക്കും. അങ്ങനെയെങ്കിലും എനിക്ക് തരാതിരിക്കുമല്ലോ കുറുക്കെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ എനിക്കറിയില്ല. കുറുക്കെടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ കിച്ചണിലേക്ക് എന്തിനെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പൂണ് കാണില്ല ഗൈസ്, അതെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ഇനി എനിക്ക് ഉമ്മി തരരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്തോ. പിന്നെ ഞാൻ വേറെ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ വീണ്ടും നോക്കും. 2-3 ദിവസമായിട്ട് എനിക്കത് മനസ്സിലായതാണ്, ഹേസൂട്ടൻ്റെ അടുത്ത് മാറ്റി വയ്ക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഗൈസ്, നിങ്ങൾ ക്ലോക്കിൽ നോക്കിയാലും മനസ്സിലാവും. ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട്, കുക്കിംഗ് ഉണ്ട്. ഇനി എപ്പോഴാണ് നല്ലതൊക്കെ അത്രേ അറിയാവുള്ളൂ. 5:45 ഇവിടെ ബാങ്ക് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഓരോന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ.
അങ്ങനെ ഗൈസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അസർ നമസ്കരിക്കേണ്ടത്. ഭാഗ്യത്തിന് ഹേസൂട്ടിനെ ഉറക്കിയതിന് ശേഷം ലോറ നമസ്കരിച്ചത് കൊണ്ട് കഴിച്ചിലായി, അല്ലാന്നുണ്ടെങ്കിൽ അതും കള്ളായനെ. അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടീപ്പോടെ മേലിൽ വിരിച്ചിട്ടുന്നതും എടുത്ത് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ടീപ്പോടെ മുകളിൽ വിരിക്കുന്ന ഐറ്റമേ അല്ല ആ ഒരു സാധനം. ഞാൻ പിന്നീട് കുറച്ചുകൂടി നീറ്റായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ടീപ്പോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. അതിൽ മുഴുവനായിട്ടും ഓരോന്ന് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇൻട്രാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വിരിച്ചതാണ്. പിന്നെ ഈ കോലം അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഹേസൂട്ടൻ ആ ഒരു വിരിച്ചിരിക്കുന്ന ആ ഒരു സംഭവം എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ടേപ്പും അതിൻ്റെ മുകളിൽ കൂടെ ടേപ്പ് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ജസ്റ്റ് അതായത് റിവേഴ്സ് ചെയ്തിട്ട് ടേപ്പ് അടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വലിച്ചിളക്കി വെക്കണം. അങ്ങനെ അവിടെ തുടച്ചതിന് ശേഷം അതിൻ്റെ പണിയിലേക്കായിരുന്നേ. അതൊക്കെ നന്നായിട്ട് ഇളക്കി മാറ്റുന്നുണ്ടായിരുന്നു. അതിന് ശേഷം കിച്ചണിലേക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കുത്തിയിരുന്ന ഒരു കത്തിയൊക്കെ വെച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി വെച്ചതിന് ശേഷം ഒരു സ്ക്രാപ്പർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ പൊടിയും പൊട്ടലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാൻഡ് പേപ്പറില്ലേ അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. പോളിഷൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തില്ല ഗൈസ്. അതിന് ശേഷം റൂമുകളും അതേപോലെ ഹാളും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. എയർ ഫ്രഷർ അടിച്ചതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു ഗൈസ്. കിച്ചണിൽ വന്നതിന് ശേഷം ബീട്രൂട്ടിൻ്റെ പണിയായിരുന്നു. ബീട്രൂട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എല്ലാം കൂടി കിച്ചണിലേക്കാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചൺ ഒതുക്കുക എന്ന് പറയുന്നത് വലിയൊരു മല പോലെ കിടക്കുകയാണ് ഗൈസ്. കാരണം എല്ലാം ഒതുക്കി കൊണ്ടുവന്ന് വേസ്റ്റും ആക്രികളും എല്ലാം കൊണ്ടുവന്ന് കവറിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചൺ ഒതുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചല്ല ഞാൻ മരിക്കുമോ എന്തോ. കാരണം അത്രയ്ക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. നോമ്പിന് ഇമാതിരി പണി ചെയ്യലെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ തുടങ്ങിയപ്പോൾ അങ്ങ് ഡീപ്പ് ക്ലീനിങ് ആയിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് പറ്റിപ്പോയി. ഇതാരും അനുകരിക്കരുത്. അതിനിടയിൽ അടുത്ത ട്രിപ്പ് തുണി കഴുകിയിട്ടുണ്ടായിരുന്നേ. അതുകൂടി എടുത്ത് ഉണക്കാനായിട്ട് വിളിച്ചതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്നു. അതിനുശേഷം കിച്ചണിൽ കിടന്ന ആക്രികളെല്ലാം പറക്കി വലിയൊരു കവറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കവറിനൊരു ക്ഷാമവും ഇല്ല ഗൈസ്. ഇവിടെ ഏത് കവർ കിട്ടിയാലും എല്ലായിടത്തും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ കവറിനൊരു പഞ്ചവും ഇല്ലാത്തതുകൊണ്ട് കവറിലെല്ലാം കൂടെ കെട്ടിവാരി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഹേസൂട്ട എണീറ്റ് ഗൈസ്. പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ചൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. തിരിച്ച് കിച്ചണിൽ വന്ന് പണി തീർത്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഒന്ന് സോപ്പിട്ടൊക്കെ നിർത്തിയതിന് ശേഷം TV ഇട്ട് കൊടുത്തിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അതിന് ശേഷം മീൻകറി പെട്ടെന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബീട്രൂട്ട് മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കിയതാണ് ഗൈസ്. പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹേസൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് തൈര് കറി ഞാൻ വേറെ ഉണ്ടാക്കണം, മോരോ എന്തെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കിച്ചടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് വെക്കുന്നത് പോലെ ബീട്രൂട്ടും സവാളയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കടുകിൽ വഴറ്റിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കട്ട തൈരുണ്ടല്ലോ, ചെറിയ ചൂടോടുകൂടി അതിരുന്ന സമയത്ത് കുറച്ച് കട്ട തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു പച്ചടി പോലെ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുള്ളത് കൊണ്ട് ഭാഗ്യത്തിന് കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോറും പച്ചടി ആയ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻകറിയും മീൻ പൊരിച്ചതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നാലും കഴിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പച്ചടിയും ചോറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭാഗ്യത്തിന്. അപ്പോൾ കൂന്തൽ ഞാൻ കുറച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചെടുത്ത് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. തോരൻ ഇക്കാക്കും എനിക്കും ഇഷ്ടമാണ്. എന്തായാലും പണി ചെയ്തേ പറ്റുള്ളൂ. എന്തോ ഒരു ആവശ്യത്തിൽ അങ്ങ് തുടങ്ങിയതാണ്. പക്ഷേ പാത്രം കണ്ടപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി. മീൻകറി മാത്രം വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. ഒരു ആക്രാന്തത്തിന് അങ്ങ് കയറിപ്പോയതാണ് ഗൈസ്. അതിനിടയ്ക്ക് ഹേസൂട്ടനെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പാത്രങ്ങൾ കഴുകി ഗൈസ്. ഒരു മല തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അതിന് ശേഷം പാത്രം കഴുകിയിട്ട് ഞാൻ ഓടിപ്പോയി കുളിക്കാനായിട്ട് പോയി. അങ്ങനെ കിച്ചണിൽ ഒരു ലോഡ് പാത്രങ്ങളും കഴുകി കുളിച്ച് വന്നപ്പോഴേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇന്ന് ജ്യൂസൊന്നും അടിക്കാൻ നിന്നില്ല ഗൈസ്. ഈ ഒരു ഐസ് ക്യൂബ് എന്താണെന്ന് ചോദിച്ചില്ലേ, അത് ABC ഐസ് ക്യൂബാണ് കേട്ടോ. പിന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ എന്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കട്ട്ലറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഭാഗ്യത്തിന് കട്ട്ലറ്റ് ഉണ്ടാക്കിയതിന് ശേഷം, കട്ട്ലറ്റ് അല്ല തേങ്ങാമുറി ഇല്ലേ, തേങ്ങാമുറി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന കട്ട്ലറ്റിൻ്റെ ആ ഒരു മിക്സ് തന്നെയാണ്. അപ്പോൾ ഞാനത് കട്ട്ലറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെഡി ടു ഈറ്റ് പോലെ അത് പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്തു. അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നോമ്പ് കുറിച്ചു. എനിക്ക് വന്നിരിക്കാനുള്ള ടൈം കൂടിയേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ തന്നെ ബാങ്ക് കേട്ടു. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഹേസൂട്ടൻ സൈഡിൽ അവിടെ തന്നെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ്.
സത്യം പറഞ്ഞാൽ നോമ്പ് തുറന്നപ്പോഴാണ് ഗൈസ് ഒന്ന് ജീവൻ വീണത്. അതുവരെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇത്രയും ജോലിയൊക്കെ ഒതുക്കുമ്പോൾ തന്നെ ആകെ ടയേർഡാവുമല്ലോ. ഇന്നത്തെ കിച്ചൺ മാത്രം ഒതുക്കിയാൽ തന്നെ നോർമൽ എൻ്റെ എനർജി തീരുന്ന പരിപാടിയായിരുന്നു. പക്ഷേ എന്തോ നോമ്പിനൊരു പവർ ഉണ്ടെന്ന് പറയുന്ന പോലെ ആ നീയത്തിൻ്റെ ബലത്തിൽ അങ്ങ് നിന്നതാണ് ഗൈസ്. അതിന് ശേഷം നോമ്പൊക്കെ തുറന്നിട്ട് കട്ട്ലറ്റോ കട്ട് ഫ്രൂട്ട്സോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഗൈസ്. കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ ടയേർഡായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമസ്കരിച്ചതിന് ശേഷം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു ഗൈസ്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അല്ലാതെ കട്ട് ഫ്രൂട്ട്സോ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വെള്ളം കുടിച്ചപ്പോൾ തന്നെ ആ ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ വയറ് ഡപ്പായ പോലെ ഒരു ഫീലായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു നമസ്കരിച്ചതിന് ശേഷം ചോറ് കഴിക്കാൻ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇക്ക വന്നപ്പോൾ ഇക്കൊക്കെ മനസ്സിലായി എന്തൊക്കെയാ നല്ല പണിയുണ്ടായിരുന്നെന്ന് മനസ്സിലായപ്പോൾ 2 വഴക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടായതുകൊണ്ട് തന്നെ ഇക്ക മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ എവിടെയൊക്കെയോ പറക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി ഗൈസ്. കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു ഗൈസ്. ചത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് പോയിരുന്നപ്പോഴാണ് ഗൈസ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇന്ന് ഞാൻ കുറേ ജോലി ചെയ്തത് കൊണ്ടാണോ അറിയില്ല, കേസിട്ട് എനിക്ക് കുറേ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇക്ക എനിക്കിന്ന് ഒരുപാട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു, അതും കേട്ടിട്ട് എനിക്കും തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ്. 9 മാസം എന്തായാലും വേസ്റ്റ് ആയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.